എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:12-13. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 7 പൊൻ നിലവിളക്കുകൾ. പഴയ നിയമത്തിലെ 3 ഭാഗങ്ങളിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ സമാഗമന കൂടാരത്തിൽ ശുദ്ധമായ പൊന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തണ്ട് വിളക്ക് 3 ശാഖ വീതം തണ്ട് വശത്തുമായി 2 വശത്തുമായി 6 ശാഖകൾ കാണുന്നു. മറ്റൊന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 49-ാം വാക്യം മുതൽ ശലോമോന്റെ ദേവാലയത്തിൽ തനി സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ 10 തണ്ട് വിളക്കുകൾ 5 എണ്ണം വലതുവശത്തും 5 എണ്ണം ഇടതുവശത്തും വെച്ചിരുന്നു. സഖറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ സഖറിയാവിനുണ്ടായ ദർശനം സ്വർണം കൊണ്ടുണ്ടാക്കിയ നിലവിളക്ക്, അതിൻ്റെ മുകളിൽ ഒരു കലശം, അതിൻ്റെ മീതെ 7 വിളക്ക്. ദൈവം തൻ്റെ ജനത്തിന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയും ജനം ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത പഴയ നിയമ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം യോഹന്നാൻ്റെ പുതിയ നിയമ ദർശനത്തിന് രൂപം കൊടുത്തു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വെളിപ്പാട് പുസ്തകം 1:20 7 പൊൻ നിലവിളക്കുകളെ 7 നക്ഷത്രങ്ങളായും അല്ലെങ്കിൽ 7 ഗ്രഹങ്ങളായും 7 സഭകളുടെ കാവൽ മാലാഖമാരുമായും ഒക്കെ പറയുന്നതായി നമുക്ക് കാണാം. ചില സന്ദർഭങ്ങളിൽ 7 സഭകളായി തന്നെ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് സാഹിത്യത്തിലെ ഇങ്ങനെയുള്ള പ്രതിരൂപകങ്ങൾ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്ക് വക നൽകുന്നു. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ. ദാനിയേലിൻ്റെ പുസ്തകം 7:13 അതിന് സമാനമായ വിവരണമുണ്ട്. അവിടെ പുരാതനനായ ദൈവം രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം മനുഷ്യപുത്രനും കൊടുത്തിരിക്കുന്നു. യേശുക്രിസ്തു സ്വയം ഉപയോഗിച്ച സ്ഥാനപ്പേര് മശിഹ എന്നല്ല, മനുഷ്യപുത്രൻ എന്നായിരുന്നു. യോഹന്നാൻ അതേ നാമരൂപങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് തൻ്റെ ദർശനത്തിന് ആധികാരികത നൽകുന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങളാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ദാനിയേൽ 7:13 മനുഷ്യപുത്രൻ മശിഹയാണെന്ന് പറയുന്നില്ല. ഇസ്രായേലിലെ വിശുദ്ധ ഗണത്തെ ഒരു സ്വർഗീയ ആളത്തമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. മശിഹായെ കുറിക്കുന്ന ഇങ്ങനെയുള്ള പദപ്രയോഗം ആദ്യമായി ഹാനോക്കിൻ്റെ 1-ാം പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. വെളുത്ത കമ്പിളി പോലെ തലയും മനുഷ്യ മുഖവുമുള്ള ഒരു മാലാഖയാണ് അവിടെ മനുഷ്യപുത്രൻ. ഈനോക്കിൻ്റെ 1-ാം പുസ്തകം 46-ാം അധ്യായം. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ വിവരണം തന്നെയാണ് 1 ഈനോക്കിലും വർണ്ണനയ്ക്ക് അടിസ്ഥാനമായി കാണുന്നത്. എന്നാൽ ഇവിടെ വരുത്തിയിട്ടുള്ള വ്യതിയാനം മനുഷ്യപുത്രനെ മശിഹയോട് ബന്ധിപ്പിക്കാൻ വഴി തെളിയിച്ചു. യേശു കർത്താവ് മനുഷ്യപുത്രൻ എന്ന കൂടുതൽ അനുയോജ്യമായ നാമം സ്വീകരിച്ചതായി സമവീക്ഷണ സുവിശേഷങ്ങൾ പറയുന്നു. ഏതായാലും ദാർശനിക യോഹന്നാൻ സ്വർഗീയ മശിഹായെ വർണ്ണിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഈ ഒരു ആശയരൂപം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഗതമായത്. വെളിപ്പാട് 14-ാം അധ്യായത്തിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. അവൻ്റെ അങ്കി അഥവാ കുപ്പായം പാദം വരെ നീണ്ടു കിടന്നിരുന്നു. മാറത്ത് പൊൻകച്ചയും കെട്ടിയിരുന്നു. 3 പഴയ നിയമഭാഗങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്.
ഒന്ന്, മഹാപുരോഹിതൻ്റെ കുപ്പായത്തിന് പഴയ നിയമ പുസ്തകത്തിലെ പദം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീക്ക് ഭാഷയിൽ പാരാറേഡേസ് എന്നതിന് പാദം വരെ നീണ്ടുകിടക്കുന്ന കുപ്പായം എന്നാണ് അർത്ഥം. പുറപ്പാട് പുസ്തകം 28 അധ്യായം 4-ലും 29 അധ്യായത്തിലും നമ്മളത് വായിക്കുന്നു. ലേവ്യ പുസ്തകം 16 അധ്യായത്തിലുണ്ട്. പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധരിക്കുന്ന കുപ്പായങ്ങളെ ജോസിഫസ് എന്ന എഴുത്തുകാരൻ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചരിത്രകാരനായിരുന്നു, നന്നായി വർണ്ണിക്കുന്നുണ്ട്. അവിടെയും പാദം വരെ എത്തുന്ന കുപ്പായത്തെ പറ്റിയും മാറിന് ചുറ്റി കൈമുട്ടുകൾക്ക് മുകളിൽ കെട്ടുന്ന കച്ചയെ പറ്റിയും പറയുന്നു. അത് അയവുള്ളതും പൂക്കളും വർണ്ണപ്പകിട്ടുള്ള അരികുകൾ ഉള്ളതും സ്വർണം കലർത്തിയ നൂലുകൊണ്ട് തയ്ച്ചിട്ടുള്ളതും. പുരോഹിതന്റെ കുപ്പായവും മാറിൽ കെട്ടുന്ന കച്ചയും പോലെ ആയിരുന്നു മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വേഷം. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത സ്വഭാവത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു പുരോഹിതൻ ദൈവസന്നിധിയിൽ പ്രവേശിപ്പാനും ദൈവത്തോട് ആലോചന ചോദിക്കാനും പ്രത്യേക പദവിയും ഉത്തരവാദിത്വവും ലഭിച്ചിട്ടുള്ള ആളായിരുന്നു. അതിനുവേണ്ടി ജനസമൂഹത്തിൽ നിന്ന് പ്രത്യേകം വിളിച്ചിട്ടുള്ള വ്യക്തിയും മറ്റുള്ളവർക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശന മാർഗം തുറന്നു കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ വേല വിശദീകരിക്കുന്ന ഒരു പ്രധാന ആശയമാണിത്. അവൻ മഹാപുരോഹിതനായി സ്വർഗീയ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ദൈവസന്നിധിയിൽ പൗരോഹിത്യ വേല ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനം പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, പുരോഹിതന്മാർക്ക് പുറമെ ആഢ്യന്മാരായ മറ്റ് ആളുകളും പാദം വരെ നീണ്ടു കിടന്നിരുന്ന കുപ്പായം ധരിച്ചിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ യോനാഥാനെ കുറിച്ച് ശമൂവേലിൻ്റെ 1 പുസ്തകം 18 അധ്യായം 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യഗസ്കേലിൻ്റെ പ്രവചനത്തിലെ സമുദ്ര രാജകുമാരൻ 26 അധ്യായം 16 വാക്യത്തിൽ പാദം വരെയുള്ള അങ്കിയാണ് ധരിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ കാണുന്ന സൂചന യേശുക്രിസ്തു രാജകീയ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം ക്രൂശിതനായ യേശുവിനെ അല്ല, മഹത്വവാനും സർവാധിപതിയുമായ ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഒരു പുരോഹിതൻ മാത്രമല്ല, രാജാവ് കൂടിയാണ്. അത്തരത്തിലുള്ള വർണ്ണന വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. മൂന്നാമത്, ദാനിയേലിൻ്റെ ദർശനത്തിൽ ദൈവത്തിൻ്റെ സത്യം പറവാൻ വന്ന ദൂതൻ മൃദുലമായ കുപ്പായം ധരിച്ചവനും മാറിൽ സ്വർണകവചം ധരിച്ചവനും ആയിരുന്നു. ദാനിയേൽ 10:5. അത് ദൈവദൂതൻ്റെ വേഷമാണ്. പ്രവാചകനാണ് സമുന്നതനായ ദൈവദൂതൻ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പ്രവാചക ദൂതൻ കൂടിയാണ്. അങ്ങനെ പുരോഹിതൻ, രാജാവ്, പ്രവാചകൻ എന്നീ 3 സ്വഭാവങ്ങൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള ക്രിസ്തുവിൻ്റെ സവിശേഷതയെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വർണ്ണിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ സത്യം മനുഷ്യന് കൊടുപ്പാൻ വന്നവനാണ്. മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അധികാരമുള്ള ഏക മധ്യസ്ഥനാണ്. രാജ്യവും ശക്തിയും സിംഹാസനവുമെല്ലാം ദൈവം അവന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സർവാധിപത്യത്തെ, ആധികാരികതയെ യോഹന്നാൻ വർണ്ണിക്കുന്നതിന് വേണ്ടിയാണ് പഴയ നിയമത്തിലെ 7 പൊൻവിളക്കുകളുടെ ദർശനവും മഹാപുരോഹിതൻ്റെ വേഷ സംവിധാനത്തെക്കുറിച്ചുള്ള വർണ്ണനയുമൊക്കെ ക്രിസ്തുവുമായി ചേർത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഉണ്ട്. നമുക്ക് പുതിയ പ്രഭാതത്തിൽ ഈ വേദഭാഗം നൽകുന്ന ചിന്ത എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്ത മശീഹയായി മനുഷ്യനായി ലോകത്തിൽ ജനിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീർന്ന മഹാപുരോഹിതൻ യാഗവസ്തുവായും യാഗം സ്വീകരിക്കുന്ന പുരോഹിതനായും ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. രാജാതി രാജാവായി വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിനെ ഈ വേദഭാഗത്ത് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ എല്ലാ കാലങ്ങളിലും യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് ലഭിച്ച രക്ഷയെ മനസ്സിലാക്കുകയും ഇനിയും എല്ലാവരെയും സ്വീകരിക്കുന്ന
രാജാവായി മടങ്ങി വരികയും ചെയ്യുന്നു എന്നുള്ള ചിത്രമാണ്. നമ്മുടെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവ് നമ്മളെ സ്വീകരിപ്പാൻ വരുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ആ ഒരു വിശ്വാസം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ഡോക്ടറിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത അതാണ്. കർത്താവ് വീണ്ടും വരുന്നു. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നു, വീണ്ടും വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും മാനസാന്തര അനുഭവങ്ങളോടും ജീവിപ്പാൻ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് വഴി നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ, ക്രൂശിതനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പരിദേവനം ചെയ്യുന്ന കർത്താവ് വീണ്ടും രാജാതിരാജാവായി വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വ്യത്യസ്ത അനുഭവങ്ങളോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വഴിയും വാതിലുകളും ഒരുക്കണമേ. ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് പുതിയ ദർശനങ്ങളെ നൽകി കർത്താവെ, പുതുവർഷത്തിൻ്റെ അനുഗ്രഹങ്ങളെ അവിടെ ദാനമായി നൽകി വഴി നടത്തണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.